ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റാഗിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. റാഗി പുട്ടുപൊടി നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ നനച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് നനച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നനച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിച്ചാൽ ആ ഒരു ഷേപ്പായിട്ട് വരണം. എന്നിട്ട് നമ്മൾ പൊടിച്ച് കളഞ്ഞാൽ പൊടിയും വേണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് പുട്ടുപൊടി മിക്സ് ചെയ്തെടുക്കേണ്ടത്, വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു പുട്ടുപൊടി ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ പുട്ട് റെഡിയാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗിയും ക്യാരറ്റും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. റാഗി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലേ. ഫൈബറും കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് റാഗിയിൽ. അപ്പോൾ ക്യാരറ്റും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റ് റാഗി പുട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുട്ടുകുറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിരട്ടപ്പുട്ട് മേക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് ക്യാരറ്റ് ഒന്ന് ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും കുറച്ചൊരു ഭംഗിയാണ് കേട്ടോ, ഒരു വെള്ളയും ഓറഞ്ചും ബ്രൗണും കൂടി വരുമ്പോൾ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റാഗി ക്യാരറ്റ് പുട്ട് റെഡിയായി. ഇതിലേക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ചൂടോട് കൂടിയിട്ട് ഈ ഒരു തേങ്ങയുടെ കൂടെ ഇങ്ങനെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. പെട്ടെന്ന് പിന്നെ പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നല്ലൊരു വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്